അങ്ങനെ നമ്മളിവിടെ ലൂമിനസിൻ്റെ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ട്രോളിയും കൂടെ വരുന്നുണ്ട്. ട്രോളി സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇൻവെർട്ടറിനൂടെ മേടിക്കുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്നത് സോളാറിൻ്റെയാണ്, സോളാർ ഇൻവെർട്ടറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നോർമലാണ് യൂസ് ചെയ്യുമെങ്കിൽ പോലും സോളാറിൻ്റെയും കൂടെ ചേർത്തെടുക്കുന്നത്. പിന്നീടൊരു സമയത്ത് സോളാർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇൻവെർട്ടറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സോളാറിൻ്റെ തന്നെ ഇൻവെർട്ടർ എടുത്തത്. ഒരു 25 രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. അത് ഇതിൻ്റെ വില കൂടിയത് കൊണ്ടേ ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഒരു 1100 വാട്ട്സ് വരുന്നത് 150 AH ബാറ്ററിയുടെയാണ് എടുത്തേക്കുന്നത്. 150 AH ബാറ്ററി, അതേപോലെ 1050 1100 വരുന്നത്. നമുക്ക് 1100 ആണെങ്കിൽ പോലും നമുക്ക് അത്രയും കിട്ടത്തില്ല. 1000 കൂട്ടിയാൽ മതി, ഇല്ലെങ്കിൽ 900 കൂട്ടിയാൽ മതി. അത്രയും ഉള്ള ലോഡേ ഉള്ളൂ. ഭാവിയിൽ ഇൻവെർട്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളത്തെ ഇൻവെർട്ടറുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട വരും. അപ്പോൾ ഓൾറെഡി ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സിംഗിൾ വയർ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ കുത്തിയിട്ടേക്കുവാണ്. അത് നേരെ ഊരിയാണ്ട് ഈ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന 3 പിന്നിൻ്റെ അകത്ത് നമ്മൾ കണക്ട് ചെയ്യണം. അതേപോലെ ഇൻവെർട്ടർ ചാർജ് ആകാൻ വേണ്ടി ഈ ഒരു ബ്ലാക്ക് വയർ ഉണ്ടല്ലോ, ഈ പിന്ന്, ഈ 3 പിൻ ടോപ്പ് എടുത്ത് നേരെ ഈ സോക്കറ്റിലോട്ട് കുത്തണം. എങ്കിൽ മാത്രമേ ഇൻവെർട്ടർ ചാർജ് ആവും. അതേപോലെ അപ്പുറത്തെ പിന്നിൽ കൂടെ ഔട്ട് പോവുകയും ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ ട്രോളിയെല്ലാം സെറ്റ് ചെയ്ത് ബാറ്ററിയും കയറ്റി നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇൻവെർട്ടർ ചാർജിങ് ആവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഡിസ്പ്ലേ തന്നെ ഓരോ ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ചാർജിങ്, പവർ ഓണ്, ബാറ്ററി ലോ, അതേപോലെ ഓവർലോഡ്, അങ്ങനെ പവർ സേവിങ്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻഡിക്കേഷൻ മുഖേന നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇൻവെർട്ടർ ചൂസ് ചെയ്യുമ്പോഴുള്ള